നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് KR മാർക്കറ്റിലാണ്. KR മാർക്കറ്റിൻ്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ടിപ്പുവിൻ്റെ ഒരു സമ്മർ പാലസ് ഉള്ളത്. 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയുമായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. മജസ്റ്റിക്കിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മെട്രോ പിടിച്ച് KR മാർക്കറ്റിൽ ഇറങ്ങുക, അല്ലെങ്കിൽ അവിടുന്ന് ബസ് അവൈലബിൾ ആണ്. KR മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്താണ് ഈ സമ്മർ പാലസ് ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബാംഗ്ലൂർ ഫോർട്ടും ഉള്ളത്. അപ്പോൾ ഈ സ്ഥലത്ത് വരുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാം. ഒന്ന് ടിപ്പുവിൻ്റെ സമ്മർ പാലസ്, മറ്റേത് നമ്മുടെ ബാംഗ്ലൂർ കോട്ട, ബാംഗ്ലൂർ ഫോർട്ട്. 20 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു സെക്യൂരിറ്റിമാരുണ്ടാവും. പിന്നെ അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഒരു സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി പേ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പാസ് കിട്ടും. ആ പാസ് അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിനുള്ള പെർമിഷൻ കിട്ടുകയാണ്. കയറി ചെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ചെറുതായിട്ടുള്ള ഒരു വിശദാംശം ഇതേപ്പറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് അറബിയിലാണോ അതോ ഉറുദുവിലാണോന്ന് അറിയത്തില്ല, എന്തോ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതേ പറ്റിയിട്ട്. അതിൻ്റെ ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടിപ്പുവിൻ്റെ പാലസിലേക്ക് പോവുകയാണ്. റോഡിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരത്താണ് പാലസിൻ്റെ ആ ബിൽഡിംഗ് ഉള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി. ഇത് ഇൻഡോ ഇസ്ലാമിക് ഒരു ആർക്കിടെക്ചർ രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. 1781 ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരലിയാണ് ഈ ബിൽഡിംഗ് പണി ആരംഭിച്ചത്. പിന്നെ 10 വർഷത്തിന് ശേഷം, അതായത് 1791 ടിപ്പു സുൽത്താന്റെ കാലത്താണ് ഈ പണി പൂർത്തീകരിച്ചത്. അതെല്ലാം അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസിന്റെ ആർച്ചാണ്. പിന്നെ ആർച്ച്, പില്ലേഴ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക്കിലാണ്. ഭൂരിഭാഗം തടിയും തേക്കിൽ തന്നെയാണ്. തേക്കും പിന്നെ കല്ലുമാണ് ഉള്ളത്. ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്നത് ഒരു 2-3 മുറികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിലൊന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. അവിടെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഈ പാലസുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രരേഖകളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് അതിനകത്തുള്ള വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള സൈഡിലെ വാൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നോക്കി കണ്ടു. 2 മുറി അത് അടച്ചിട്ടേക്കുകയാണ്. ഇതൊരു മ്യൂസിയമായിട്ടാണ് ഫസ്റ്റ് ഫ്ലോർ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിട്ടുള്ള ചെറിയൊരു ബയോഗ്രഫിയും കാര്യങ്ങളും ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫോൺ അകത്ത് അലൗഡ് അല്ല, അതുകൊണ്ട് അകത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ടു. വാൾ പെയിന്റിംഗ് ആണ് ഇത് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. അത് ഇന്നത്തെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. കാണുന്നതാണ് ഒരു പില്ലർ. ഈ പില്ലർ തേക്കിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കോണിപ്പടികളെല്ലാം കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തേക്കിൽ തന്നെയാണ് ഉള്ളത്. ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക് ഗവൺമെൻറ് അത് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു ഏജൻസിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടിപ്പുവിൻ്റെ ദർബാറാണ്. ഇവിടെ വെച്ചിട്ടാണ് ടിപ്പു സുൽത്താൻ്റെ മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. അതുമാത്രമല്ല, ജനങ്ങളെയും ടിപ്പു സുൽത്താൻ ഇവിടെ വെച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വിവരണം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ മ്യൂസിയത്തിൽ ലഭ്യമാണ്. ഇതിന് കുറച്ച് മുറികളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. കാലപ്പഴക്കം ആയതുകൊണ്ടായിരിക്കണം, അറിയത്തില്ല. എന്തായാലും അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ ഇവിടെ വെച്ചിട്ടാണ് ടിപ്പുവിൻ്റെ ദർബാർ കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പുള്ളി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ കയറി നിന്നിട്ടാണ് പുള്ളി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുറ്റം നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ പൂന്തോട്ടമൊക്കെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ കാലപ്പഴക്കത്തിൻ്റെതായ രീതിയിൽ ആ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്താ പറയുക, അന്നത്തെ ആ ഒരു ആർക്കിടെക്ചർ വിസ്മയം തന്നെയാണ് നമുക്കിവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നത്. തൊട്ട് സൈഡിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ നമുക്ക് മേളിലത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനും കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലും ഒരേപോലെയാണ് ഉള്ളതെന്നാണ് നമുക്കിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നത്. 2 സൈഡിലും ബാൽക്കണി ഉണ്ട്. പിന്നെ എല്ലാ മുറിയിലും ഇതുപോലെ വാൾ പെയിന്റിംഗ് ഉണ്ട്. നല്ല രസമാണ്.
കാണാനായിട്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും അത് പുതിയതായിട്ട് തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല ഇതിൽ തന്നെ ഇപ്പോഴും അത് ഉണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്ലോറൊക്കെ കണ്ടോ, പഴയ കാലത്ത് കളിമണ്ണ് കൊണ്ടുള്ള ഒരു ടൈൽസ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതേ കളറും കാര്യങ്ങളും ഒക്കെയാണ്. ഈ സൈഡിൽ ഇതിൻ്റെ മേൽക്കൂര നോക്കിയേ, ഇതൊക്കെ തടി കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ചൂടില്ലെന്നുള്ളതാണ്. ഞാൻ ചെന്ന സമയത്തൊക്കെ നല്ല ചൂടുള്ള ഒരു സമയത്താണ് ഞാൻ ഈ പാലസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ര വലിയ ചൂടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സമ്മർ പാലസ് ഇവിടെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യം. ഈ സമ്മർ പാലസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ബാംഗ്ലൂർ ഫോർട്ടാണ്. ബാംഗ്ലൂർ ഫോർട്ടിന്റെ അകത്താണ് ഇത് വരുന്നത്. അന്നത്തെ കാലത്ത് ബാംഗ്ലൂർ ഫോർട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വരാൻ പറ്റുള്ളായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് പുതിയ വഴികളൊക്കെ വന്നതോടുകൂടി എല്ലാം മാറി തിരിഞ്ഞു പോയി. പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഫോർട്ടിന്റെ സംരക്ഷണത്തിലാണ് ഈ പാലസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാലസിന്റെ തൊട്ടടുത്ത സൈഡിലായിട്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ആരാധനാലയമുണ്ട്. അതും ടിപ്പുവിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ആരാധനാലയമാണ്. ഏകദേശം 232ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ആലയത്തിന്. അങ്ങനെ നമ്മൾ അവിടുത്തെ മേളത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ താഴോട്ട് ഇറങ്ങി. ആ സമയത്ത് ഒരുപാട് ഫോറിനേഴ്സിനെ ഞാൻ അവിടെ കണ്ടിരുന്നു. അപ്പം നമ്മുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പാലസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഹാസനം ടിപ്പുവിന് വേണ്ടി പണിഞ്ഞിരുന്നു. ആ സിംഹാസനത്തിന് പണി കഴിച്ചതിന് ശേഷം ടിപ്പു അത് ഉപയോഗിച്ചിരുന്നില്ല. ഉപയോഗിക്കാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിപ്പു പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയതിനു ശേഷമേ അദ്ദേഹം ആ സിംഹാസനം ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷെങ്കിൽ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. 4ാം വാറിൽ, അതായത് മൈസൂർ ആംഗ്ലോ വാറിൽ വെച്ചിട്ട് അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിംഹാസനം അവരത് പൊളിച്ചെടുത്തിട്ട് ലേലത്തിൽ വിൽക്കുകയായിരുന്നു. കാര്യം ഒരാളെ കൊണ്ട് അത് മേടിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിരുന്നു അത് ഐറ്റം. പിന്നെ അതിന്റെ പാർട്സുകളൊക്കെ ഇപ്പോഴും ലണ്ടനിലെ മ്യൂസിയത്തിലൊക്കെ ഉണ്ടതായിട്ട് നമുക്ക് ചരിത്രരേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ടിപ്പു സുൽത്താനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആ മ്യൂസിയത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി ഗാർഡനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗാർഡനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പഴയ മുഗളന്മാരുടെ കാലത്തുള്ള ആ ഒരു ബിൽഡിങ്ങുകളുടെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. ടിപ്പുവിൻ്റെ മരണ സമയം വരെ ഏകദേശം 1799 വരെ ടിപ്പു ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയ സമയം ടിപ്പുവിൻ്റെ ഒരു കാലത്തായിരുന്നു അവർ എത്തിയിരുന്നത്. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത്. ടിപ്പുവിൻ്റെ കാലത്ത് ഇന്ത്യ എന്നുള്ളൊരു യൂണിയൻ കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അന്ന് എല്ലാ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. ഇവിടെയാണെങ്കിൽ ടിപ്പു, പിന്നെ ഹൈദരാബാദിലാണെങ്കിൽ നിസാം, നമ്മുടെ കേരളത്തിലാണെങ്കിൽ പല പല നാട്ടുരാജ്യങ്ങൾ. ടിപ്പു എല്ലാവരോടും പറഞ്ഞിരുന്നു നിങ്ങൾ ഒരിക്കലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് സഹകരിക്കരുതെന്ന്. പക്ഷേ മറ്റ് നാട്ടുരാജ്യങ്ങളെല്ലാം അവരുമായി സഹകരിച്ച് ടിപ്പുവിനെ ഒറ്റപ്പെടുത്തുകയും അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ടിപ്പുവിൻ്റെ മരണത്തിന് കാരണമായ ആ 4ാം യുദ്ധത്തിൽ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തത്. അതിനകത്ത് ഹൈദരാബാദിലെ നിസാം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പല പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ടിപ്പുവിന് മരണം ഭരിക്കേണ്ടി വന്നത്. ഈ കാണുന്നതാണ് ഒരു തടി. ഇതിനു വേണ്ടി പണിയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തടിയാണ്. അതിപ്പോഴും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്, എന്നാലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഇങ്ങനെയുള്ള തടികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ആ ബിൽഡിങ്ങുകളെല്ലാം പണിഞ്ഞെടുത്തെന്നുള്ളത്. ടിപ്പുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാർ അവരുടെ സെക്രട്ടേറിയറ്റ് ആയിട്ടാണ് ഈ ബിൽഡിങ്ങിനെ അവർ ഉപയോഗിച്ചത്. പിന്നീട് അവർ ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ആ പോയ സമയത്തെല്ലാം അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊട്ടാരം എല്ലാം കൊള്ളയടിക്കുകയാണ് ചെയ്തിരുന്നത്. ടിപ്പുവിൻ്റെ വിലപിടിപ്പുള്ള എല്ലാം ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് അവർ കാശുകാരായി. അതിൻ്റെ പ്രയോജനമൊന്നും മറ്റ് നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എല്ലാം അവർ മുച്ചോടും അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തുവിട്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ ആ ധീര
മനുഷ്യനെ ഒന്ന് സ്മരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അടിയറ പറഞ്ഞപ്പോൾ ടിപ്പു അതിനൊന്നും നിന്നില്ല, മരണം വരെ പൊരുതി തൻ്റെ നാടിനു വേണ്ടി കാത്തു എന്നുള്ളതാണ്. ടിപ്പു ഒരിക്കലും ഒരു സ്വാതന്ത്ര്യ സേവന സേനാനിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം അന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തൻ്റെ ജനതയെയും തൻ്റെ രാജ്യത്തെയും കാക്കാൻ വേണ്ടി ഒരുപാട് പോരാടി. അങ്ങനെ 1799 മെയ് 4 ടിപ്പു സുൽത്താൻ മരണം വരിക്കുകയായിരുന്നു. താങ്ക് യു.